ഞാനിങ്ങനെ യൂട്യൂബിൽ ക്ലോഡിന്റെ ഓരോ വീഡിയോസ് ഇങ്ങനെ നോക്കായിരുന്നു. അപ്പോൾ ഒരുത്തനെ ഇതുപോലെ ഒരു നല്ല ഗ്രാഫിക് ഉണ്ടാക്കിയിട്ട് എന്തുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ പിന്നെ എന്റെ വീഡിയോയിലും ഇതുപോലത്തെ ഗ്രാഫിക് ഉണ്ടാക്കി പറഞ്ഞു കൊടുത്താലോ കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവല്ലോ. അപ്പോൾ ഞാനൊരു ടൂളിൽ വന്നിട്ട് നോക്കി. പക്ഷെ ഇതിൽ എത്ര ക്രിയേറ്റ് ചെയ്തിട്ട് റെഡി ആണില്ല. അപ്പോൾ പിന്നെ നേരെ വന്നിട്ട് ക്ലോഡിൽ വന്നിട്ട് ഫിഗ്മാണ്ട് പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ടീമും സെലക്ട് ചെയ്തു. എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് കൊടുത്തെന്ന് പറഞ്ഞ് ഇതുപോലെ സ്കില്ല് കണക്ടർ അങ്ങനത്തെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രാഫിക് ഉണ്ടാക്കാൻ പറഞ്ഞ് ആർഡർ സ്കെച്ച് നേരെ ഫിഗ്മയിൽ മൂപ്പരെന്നെ ക്രിയേറ്റ് ചെയ്ത് ഫിഗ്ജാമിൽ മൂപ്പരെന്നെ അടിപൊളി സാധനം ഉണ്ടാക്കി തന്നു. ഇനിയിപ്പോൾ സുഖമാണ്, ഓരോ സാധനത്തിന് ഇങ്ങനെ ഉണ്ടാക്കിച്ചാൽ മതി. ഇതിൽ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏത് ടൂൾ ആയിക്കോട്ടെ, ഫിഗ്മ ആയിക്കോട്ടെ, നോഷൻ ആയിക്കോട്ടെ, ക്യാൻവ ആയിക്കോട്ടെ, ആരൊക്കെ MCP പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ MCP ഒക്കെ നിങ്ങൾ ക്ലോഡിൽ കണക്ട് ചെയ്തോ. എന്നിട്ട് ക്ലോഡിനെ കൊണ്ട് AI കൊണ്ട് പണിയെടുപ്പിച്ചോ. നോഷനിലും ഫിഗ്മയിലും ക്യാൻവയിലൊക്കെ എന്ത് ചെയ്യുക, ക്ലോഡിനെ തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതുള്ളൂ. മനസ്സിലായോ? നമ്മൾ സ്കൂൾ ഓഫിന്റെ പേജിൽ ഒരു ക്ലോഡിന്റെ യൂസ് കേസിന്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സ്കൂൾ ഓഫിന്റെ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെച്ചോ. മാക്സിമം AI പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്തെടുത്തോ.